രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. അവിടുത്തെ കാലച്ച കേട്ടു ഞങ്ങൾ, കാലച്ച കേട്ടു ഞങ്ങൾ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ.
വിശുദ്ധിയും പരിപാവനതയും തുളുമ്പി നിൽക്കുന്ന ആനോകോട് CSI ചർച്ചിൻ്റെ ഈ വർഷത്തെ സഭാദിനത്തോട് അനുബന്ധിച്ച് എനിക്കും എൻ്റെ പാർട്ടിക്കും കടന്നു വന്ന ഒരു കഥാപ്രസംഗ കലാപരിപാടി ഇവിടെ അവതരിപ്പിക്കുവാൻ അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ നല്ലവരായ സംഘാടകരോടും വിശിഷ്യ റവറണ്ട് ജോൺ വിൽസരാജ് അച്ഛനോടും ചർച്ച് സെക്രട്ടറി ശ്രീ ഷൈൻ കുമാർ അവர்களോടും നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും തന്ന് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ സ്റ്റാർ സൗണ്ട്സ് പട്ടകുളത്തിനോടും എൻ്റെ കഥാപ്രസംഗ കലാപരിപാടി ശ്രദ്ധിക്കുവാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും വിശിഷ്യ ഞങ്ങളുടെ ആത്മമിത്രവും നിങ്ങളുടെ പൂർവ്വഫണ്ട് കൺവീനറുമായ ശ്രീ ജോസ് അവர்களോടും ഞങ്ങളുടെയും ഞങ്ങളുടെ പാർട്ടിയുടെയും നിസ്സീമവും നിസ്വാർത്ഥവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ 38 വർഷമായി കേരളത്തിന് അകത്തും പുറത്തുമായി വിവിധ വേദികളിൽ കഥാപ്രസംഗം അവതരിപ്പിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. 1984 ജനുവരി മാസം 1-ാം തീയതി മാരായമുട്ടം CSI ചർച്ചിൻ്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് അവിടെ അവനെ ക്രൂശിക്ക എന്നൊരു കഥാപ്രസംഗം അമരവിള CE ശോഭൻ രാജൻ സംഘവും അവതരിപ്പിക്കുകയുണ്ടായി. അവിടെ അന്ന് ഞാൻ ആ കഥാപ്രസംഗത്തിൻ്റെ ഏറ്റവും മുമ്പിലിരുന്ന് കേൾക്കുകയും ഇതിൻ്റെ ഉച്ചാരണ ശുദ്ധി, ഭാഷാശുദ്ധി, ആശയാവിഷ്കരണം, ഭാവപ്രകടനം, സാഹിത്യവും സംഗീതവുമായുള്ള യോജിപ്പ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഈ കലയോട് പ്രത്യേക ആഭിമുഖ്യം തോന്നുകയും എന്നാൽ എനിക്ക് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. അവിടെ നമ്മുടെ പാസ്റ്റർ ബോർഡ് മുൻ സെക്രട്ടറി ആയിരുന്ന ദേവരാജ് അച്ഛൻ്റെ വേദരാജ് അച്ഛൻ്റെ പിതാവ് അന്ന് ഞങ്ങളുടെ സഭയിലെ സഭാ ശുശ്രൂഷകരാണ്. അദ്ദേഹം തന്ന ക്രിസ്തുവിൻ്റെ ജനനം എന്ന ഒരു കഥ നമ്മുടെ ചർച്ചിലെ തന്നെ ഹാർമോണിസ്റ്റ് ശ്രീ വിജയൻ തുടങ്ങിയ ചർച്ചിലെ ആൾക്കാരെ കൊണ്ട് തന്നെ അത് അവതരിപ്പിക്കുകയും പക്ഷേ 1-ാമത്തെ പേജ് മറിച്ചതിന് ശേഷം 3-ാമത്തെ പേജായിരിക്കും കഥ പറയുന്നത്. ആകെ ഒരു പേടി, ആകെ ഒരു സഭാ കമ്പം എല്ലാം കൂടെ. പക്ഷേ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അത് കൊള്ളാം എന്ന് പറയുകയും അടുത്ത തെങ്ങുളക്കുഴി ചർച്ചിൽ അങ്ങനെ കുറെ ചർച്ചകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ വിളിക്കുകയും അങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കുകയും 1988 ഡിസംബർ മാസം 28-ാം തീയതി തിരുവനന്തപുരം ആകാശവാണിയിൽ യുവവാണിയിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ട് ആകാശവാണിയിൽ മാത്രം ഞാൻ ഏകദേശം 40-ലധികം കഥകൾ ഇതിനവരും അവതരിപ്പിച്ചു കഴിഞ്ഞു. 1990 SMB ഹൈസ്കൂളിൽ നിന്ന് കഥാപ്രസംഗത്തിൽ ഫസ്റ്റ് റാങ്ക്, കേരള സംഗീത നാടക അക്കാദമിയുടെ 2010 അവാർഡ് ഉൾപ്പെടെ ഏകദേശം 27-ലധികം അവാർഡുകളും പുരസ്കാരങ്ങളും നേടി സൂര്യ, ഏഷ്യാനെറ്റ്, ദൂരദർശൻ തുടങ്ങിയ എല്ലാ ചാനലുകളിലും കഥാപ്രസംഗം അവതരിപ്പിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. കഴിഞ്ഞ 9 വർഷമായി ഇത്തവണ നടന്ന തിരുവനന്തപുരത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് ഉൾപ്പെടെ നിരവധി തവണ ജഡ്ജായിരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. നിങ്ങളുടെ ചർച്ചിൽ എന്നെ ക്ഷണിച്ചതിന്, എൻ്റെ കഥാപ്രസംഗം കേൾക്കുവാൻ എത്തിയിരിക്കുന്ന കുഞ്ഞു മക്കളോട് എല്ലാവരോടും, ഇവിടുത്തെ യുവാക്കളോടും, സഹോദരന്മാരോടും, മാതാപിതാക്കളോടും എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്ന കഥ തുടക്കത്തിലൊരു സാമൂഹ്യ കഥയാണ്. അതിലൂടെയാണ് ക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള സന്ദേശം ഞാൻ നിങ്ങളിൽ എത്തിയിരിക്കുന്നത്. തികച്ചും ബൈബിളിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തികളിൽ ഒരാളാണ് എൻ്റെ കമ്പോസർ വായിക്കുന്നത് ശ്രീ കൊല്ലം ഷൗക്കത്ത്. അദ്ദേഹത്തിനോട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ബൈബിളിൽ എന്തൊക്കെ ഉണ്ട്? റേഷൻ കാർഡ്, ATM കാർഡ്, പിന്നെ തൊഴിലുറപ്പ് വേറെത്തിന്റെ കാർഡ്, പിന്നെ പാൻ കാർഡ്, പിന്നെ ഇതിന്റെ ആധാർ കാർഡ് ഉണ്ട്, ഫോട്ടോ ഉണ്ട്, എന്റെയും ഭാര്യയുടെ ഫോട്ടോ ഉണ്ട്. ഇതെല്ലാം വെച്ചിരിക്കുന്ന വോട്ടേഴ്സ് കാർഡ് ഉണ്ട്. ഇതെല്ലാം വെച്ചിരിക്കുന്ന ഉപകരണമല്ല ഈ ബൈബിൾ. ബൈബിളിന് അകത്തുള്ള വിശുദ്ധ
ഗ്രന്ഥങ്ങളെ പറ്റി ഒരുപാട് പഠിക്കാനുണ്ട്. 66 പുസ്തകങ്ങൾ അടങ്ങിയ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അടങ്ങിയ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, 1 ശമൂവേൽ, 2 ശമൂവേൽ, അങ്ങനെ പോയി തുടങ്ങുന്ന 66 പുസ്തകങ്ങൾ അടങ്ങിയ ഗ്രന്ഥമാണ് വേദപുസ്തകം. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ സംസാരിക്കും. എന്നോടൊപ്പം വേദിയിൽ ഹാർമോണിയം ശ്രീ പന്മന സുരേന്ദ്രൻ കൊല്ലം, തബല ശ്രീ തമ്പുരാജ് കൊട്ടാരക്കര കൊല്ലം, കമ്പോസർ വായിക്കുന്നത് ഇടവ ബഷീറിനോടൊപ്പം ഒക്കെ വായിച്ചിരുന്ന പ്രമുഖനായ കൊല്ലം ഷൗക്കത്ത് കമ്പോസർ, ഗിറ്റാർ വായിക്കുന്നത് പ്രമുഖനായ നിങ്ങളുടെ എല്ലാം അഭ്യുദയകാംക്ഷിയായ റോയി മലയങ്കിഴ്. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടും അംഗീകാരത്തോടും കൂടി ആ ബാക്കിലൊക്കെ ഇരിക്കുന്നവരെല്ലാം ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നിരുന്നാൽ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഈ കഥാപ്രസംഗം വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ച് നമുക്ക് കടന്നു പോകാം. നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് കഥാപ്രസംഗ കലാപരിപാടി സവിനയം ആരംഭിക്കട്ടെ. നിങ്ങൾക്കെന്റെ അഭിവാദനങ്ങൾ. ഈ നല്ല ഭൂമിയും വായുവും ജലവും ഒക്കെയും സൃഷ്ടിച്ച ചൈതന്യമേ, സർഗ ചൈതന്യമേ, പ്രകാശഗോപുരവാതിൽ തുറന്നു പുതിയ വെളിച്ചം വന്നു. പ്രകാശഗോപുരവാതിൽ തുറന്നു പുതിയ വെളിച്ചം വന്നു. വസന്ത കന്യക പൂത്താലവുമായി വരവേൽക്കാനായി നിന്നു. വസന്ത കന്യക പൂത്താലവുമായി വരവേൽക്കാനായി നിന്നു. ചൈതന്യമേ, വിശ്വപ്രകാശമേ, തേർന്നെളിക്കൂ നിങ്ങൾ. സർഗ ചൈതന്യമേ, വിശ്വപ്രകാശമേ, തേർന്നെളിക്കൂ നിങ്ങൾ. മന്നന്തരങ്ങൾ വിളിച്ചുണർത്തിയ മാനവ ചേതനയിൽ, മന്നന്തരങ്ങൾ വിളിച്ചുണർത്തിയ മാനവ ചേതനയിൽ, ശ്യാമസുന്ദരമേഘം പോലെ ലയിച്ച ചൈതന്യമേ, ശ്യാമസുന്ദരമേഘം പോലെ ലയിച്ച ചൈതന്യമേ, കുളിരൊളിതു വിപ്രഭാമയുഗ വിഭാഗവേളകളിൽ, കുളിരൊളിതൂകി പ്രഭാമയുഗ വിഭാഗവേളകളിൽ, വിഭാഗവേളകളിൽ, വിഭാഗവേളകളിൽ. വിശ്വചരിത്രം തിരുത്തി എഴുതും മനുഷ്യകഥാനുഗായികളെ, വിശ്വചരിത്രം തിരുത്തി എഴുതും മനുഷ്യകഥാനുഗായികളെ, മാനവ സുന്ദര ലോകം പണിയും കലയുടെ സാർത്ഥവാഹകരെ, മാനവ സുന്ദര ലോകം പണിയും കലയുടെ സാർത്ഥവാഹകരെ, നിങ്ങളുടെ കർമ്മപദങ്ങൾ തെളിക്കാൻ സ്വർണ്ണത്തേരുതരൂ, നിങ്ങളുടെ കർമ്മപദങ്ങൾ തെളിക്കാൻ സ്വർണ്ണത്തേരുതരൂ, കലയുടെ സ്വർണ്ണത്തേരുതരൂ, സ്വർണ്ണത്തേരുതരൂ, കലയുടെ സ്വർണ്ണത്തേരുതരൂ, സ്വർണ്ണത്തേരുതരൂ, കലയുടെ സ്വർണ്ണത്തേരുതരൂ. ഞാനിന്ന് അവതരിപ്പിക്കുന്നത് ഒരു ക്രിസ്തീയ കഥയാണ്. ശരിക്കും ഇപ്പോൾ ക്രിസ്തീയ കഥകളെ കുറിച്ച് ആരും അങ്ങനെ കഥാപ്രസംഗം അവതരിപ്പിക്കാറില്ല. ഇപ്പൊ മൊബൈൽ വന്നതോടുകൂടി എല്ലാത്തിന്റെയും കഥ കഴിഞ്ഞിരിക്കുകയാണല്ലോ. മൊബൈൽ വന്നതോടുകൂടി എന്തിന്റെയൊക്കെ കഥ കഴിഞ്ഞു? കത്തിന്റെ കഥ കഴിഞ്ഞു, ടോർച്ചിന്റെ കഥ കഴിഞ്ഞു, അല്ലേ? ടോർച്ചിന്റെ കഥ കഴിഞ്ഞു. പിന്നെ ക്യാമറയുടെ കഥ കഴിഞ്ഞു. പണ്ടൊരു കത്ത്
ഇവിടെ എത്തണമെങ്കിൽ തന്നെ വിദേശത്തു നിന്ന് ഒരു കത്ത് ഇവിടെ എത്തണമെങ്കിൽ 30 ദിവസം എടുക്കും. ഇപ്പൊ ഒപ്പം തന്നെ കത്തിന്റെ കഥ കഴിഞ്ഞു, റേഡിയോയുടെ കഥ കഴിഞ്ഞു, ക്യാമറയുടെ കഥ കഴിഞ്ഞു, എല്ലാത്തിന്റെയും കഥ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ മൊബൈലെങ്ങാനും ഈ ഷൗക്കത്തിന്റെ ഭാര്യയുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ ഇദ്ദേഹത്തിന്റെ കഥയും കഴിഞ്ഞു. ലോകത്തിലുള്ള എല്ലാ ആവശ്യമില്ലാത്തവരുടെ പേരുകളെല്ലാം അടിച്ചിട്ടിരിക്കുകയാണ്. ആശ എന്നുള്ള പേരടിച്ചിട്ടിരിക്കുന്നത് ആശാൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ എടുത്തുകൊണ്ടു, ഇതാ നിങ്ങളെ ആശാൻ വിളിക്കുന്നു. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, ഇപ്പൊ വേണ്ട കേട്ടോ, ഞാൻ എപ്പോ ചിരക്കില്ല, പിന്നെ വിളിച്ചോളാം. ആശയാ വിളിക്കുന്നത്. അവർക്കറിയാമോ പാവത്തിന് അല്ലേ? നമുക്ക് ഇത്തവണ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കണ്ടേ? എല്ലാം ആഘോഷിക്കണ്ടേ? കഴിഞ്ഞ തവണത്തെ കണക്ക് വെച്ചോ? ബാൻഡ് മേളമൊക്കെ ഉണ്ടോ? എല്ലാം റെഡിയാണോ? പെട്രോമാക്സും എല്ലാം റെഡിയാണോ? നമുക്ക് ഇത്തവണ കരോൾ അടിപൊളിയാകണം. കഴിഞ്ഞവണത്തെ പോലെയല്ല ഇത്തവണ കരോൾ ഗംഭീരമാക്കണം അല്ലേ? ഗംഭീരമാക്കട്ടെ. ഇതാ ഒരു സംഘം ചെറുപ്പക്കാർ കരോൾ ഗാനങ്ങൾ പാടിപ്പോകുന്നു. ജനകോടിയുടെ അഭിലാഷത്തിൻ കനകതാരമിതാ, ഭക്തന്മാർക്ക് വിടുതൽ നൽകി അത്ഭുതതാരമിതാ. ജനകോടിയുടെ അഭിലാഷത്തിൻ കനകതാരമിതാ, ഭക്തന്മാർക്ക് വിടുതൽ നൽകി അത്ഭുതതാരമിതാ. ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആനന്ദത്തിൻ നാൾ. ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആനന്ദത്തിൻ നാൾ. ഏകദേശം 2025 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യപാപത്തിന്റെ മോചനത്തിനായി ദൈവപുത്രനെ അവതരിച്ച ക്രിസ്തുദേവന്റെ തിരുജനന്റെ സന്തോഷം വിളിച്ചറിയിച്ചുകൊണ്ട് ആ കലോത്സവം മുന്നോട്ട് നീങ്ങുന്നു. ഓരിച്ചൊരിയുന്ന മഞ്ഞും പ്രഭാ മരീചികൾ ചിന്നുന്ന നക്ഷത്ര കിണന്മാരും സ്ഫുടകിരണങ്ങൾ എടുത്തുന്ന അതിമനോഹരമായ ഡിസംബർ രാത്രിയിൽ ആ കലോത്സവം ഇതാ മുന്നോട്ട് നീങ്ങുകയാണ്. മലവാടികളും മരുഭൂമികളും ഉലകമണിഞ്ഞല്ലോ, മലമേടുകളും മറ്റേടകളും കാഴ്ചമണിഞ്ഞല്ലോ. മലവാടികളും മരുഭൂമികളും ഉലകമണിഞ്ഞല്ലോ, മലമേടുകളും മറ്റേടകളും കാഴ്ചമണിഞ്ഞല്ലോ. ആതുര പീഡിത ക്ഷീണിതരൽ അല്ലൽ വടിഞ്ഞല്ലോ, ഒത്തിരി കത്തിച്ചുല്ലാസത്തിൻ ഗാനങ്ങൾ പാടി. ആതുര പീഡിത ക്ഷീണിതരൽ അല്ലൽ വടിഞ്ഞല്ലോ, ഒത്തിരി കത്തിച്ചുല്ലാസത്തിൻ ഗാനങ്ങൾ പാടി. ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആനന്ദത്തിൻ നാൾ. ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആനന്ദത്തിൻ നാൾ. ക്രിസ്മസ് ദിനത്തിൽ നടന്നൊരു കഥ, നക്ഷത്രങ്ങളെ സാക്ഷി. ഒരു ക്രിസ്മസ് ദിനത്തിൽ ഈ കഥ ആരംഭിക്കുന്നു, മറ്റൊരു ക്രിസ്മസ് ദിനത്തിൽ ഈ കഥ അവസാനിക്കുന്നു. മലവാടികളും മരുഭൂമികളും ഉലകമണിഞ്ഞല്ലോ, മലമേടുകളും പൈപ്പേടകളും ഹർഷമണിഞ്ഞല്ലോ. മലവാടികളും മരുഭൂമികളും ഉലകമണിഞ്ഞല്ലോ, മലമേടുകളും മൈപ്പേടകളും ഹർഷമണിഞ്ഞല്ലോ. ആതുര പീഡിത ക്ഷീണിതരല്ല അല്ലൽ വടിഞ്ഞല്ലോ, കത്തിച്ചുല്ലാസത്തിൻ ഗാനങ്ങൾ പാടി. ആതുര പീഡിത ക്ഷീണിതരല്ല അല്ലൽ വടിഞ്ഞല്ലോ, ഒത്തിരി കത്തിച്ചുല്ലാസത്തിൻ ഗാനങ്ങൾ പാടി. ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആനന്ദത്തിൻ നാൾ. ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആനന്ദത്തിൻ നാൾ. ശിവകാശിക്കടുത്തുള്ള ശിവപുരം എന്ന ഗ്രാമം, കാളവണ്ടികൾ തേരോട്ടം നടത്തുന്ന ഈ ഗ്രാമത്തിന്റെ കിഴക്കേ ഓരത്തുകൂടെ നീണ്ടു വളഞ്ഞു കിടക്കുന്ന നാട്ടുപാത, റബ്ബർ മരങ്ങളും കവുങ്ങിൻ തോട്ടങ്ങളും ഭാഗമായി കിടക്കുന്ന കൊച്ചു കൊച്ചു നെൽപ്പാടങ്ങളും അവയ്ക്കുമപ്പുറത്ത് തലയുയർത്തി നിൽക്കുന്ന മലമടക്കുകളും ഈ ഗ്രാമത്തിന്റെ നിസ്തന്ത്രമായ ചേതനത്തെ തേജവുമയമാക്കുന്നു. പള്ളിമണികളുടെയും
ബാങ്ക് വിളികളുടെയും ശംഖുധ്വനിയുടെയും മാറ്റൊലി ഈ ഗ്രാമഭൂമിയെ തികച്ചും ആത്മീയവക്താക്കുന്നു. ചേതോഹരമായ മനോഹരമായ ഈ ഗ്രാമചൈതന്യം നമ്മെ ആകർഷിച്ചില്ലെങ്കിൽ അത്ഭുതം എന്നേ പറയാൻ പറ്റുകയുള്ളൂ. പൊന്നോണ കിളിപാടും നെല്ലോല കിളിപാടും പൊന്നിൻ തുമ്പികൾ പാടും. പൊന്നോണ കിളിപാടും നെല്ലോല കിളിപാടും പൊന്നിൻ തുമ്പികൾ പാടും. പൂവും തളിരും ജീവിതത്തിന്റെ താളലെ ശ്രുതികളിൽ തമ്പുരു വീട്ടുന്ന മനോഹരമായ ഗ്രാമം. കർക്കിടവാവിന്റെ കറുത്ത സ്വപ്നങ്ങളും പൊന്നോണ നിലാവിന്റെ നിറകതിരും പുഴുകി കിടക്കുന്ന സസ്യശ്യാമള കോമളമായ ഒരു കാർഷിക ഗ്രാമം ശിവപുരം ഗ്രാമം. പൊന്നോണ കിളിപാടും നെല്ലോല കിളിപാടും പൊന്നിൻ തുമ്പികൾ പാടും. 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 പൊന്നോണ കിളികളുടെയും നെല്ലോല കിളികളുടെയും കുണുങ്ങി ഒഴുകുന്ന പൂഞ്ചോലുകളുടെയും കളകളാരവം ഈ ഗ്രാമദേവിയെ പുളകമണിയിക്കും. പൊന്നിൻ തുമ്പികളുടെയും പൂമ്പാറ്റകളുടെയും ആ കൈതവലാലസ്യം ഈ ഗ്രാമലക്ഷ്മിയെ വർണ്ണാഭമാക്കുന്നു. ഈ ഗ്രാമഭൂമിയുടെ തിരുനെറ്റിയിലെ സിന്ദൂര തിലകം പോലെ ഒരു കൊച്ചു പള്ളിക്കൂടം. ശിവപുരം LP സ്കൂൾ. ശിവപുരം LP സ്കൂളിലെ 4ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയാണ് ദാമു. പഠിത്തത്തിൽ നിന്ന് മാത്രമല്ല, ഗുരുനാഥന്മാരെ ബഹുമാനിക്കുന്നതിലും അനുസരിക്കുന്നതിലും അവൻ 1ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഒരു അധ്യയന ദിവസം കൂടെ സമാഗതമായിരിക്കുന്നു. സമയം രാവിലെ 9 കഴിഞ്ഞിട്ടേ ഉള്ളൂ. വിവിധ വർണ്ണങ്ങളുള്ള വേഷങ്ങൾ അണിഞ്ഞ് കൂടുവിട്ടിറങ്ങുന്ന മാടപ്രാവുകളെ പോലെ ഗേറ്റ് കിടന്ന് അകത്തേക്ക് പോകുന്ന കുട്ടികൾ. അതിനിടയിലും കൊച്ചു കൊച്ചു വഴക്കുകളും വക്കാണുകളും. സ്കൂളിൽ ആദ്യത്തെ മണിശബ്ദം മുഴങ്ങി. പുസ്തകങ്ങളുടെ അക്ഷരപ്പുഴുക്കളിൽ മുഖം പറിച്ചിരിക്കുന്നു ദാമു. അവിടെ ക്ലാസ് ആരംഭിച്ചു. അപ്പൊ അറ്റൻഡൻസ് വിളിക്കാം അല്ലേ? എല്ലാവരും വന്നിട്ടുണ്ടല്ലോ അല്ലേ? ബിനു, സുനു, മനു, എല്ലാവരും വന്നിട്ടുണ്ടോ? എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കാം. കേരളത്തില് എത്ര നദികളുണ്ട്? 48. ഇന്നലെയും പറഞ്ഞതാണ് കേരളത്തിൽ 44 നദികളാണുള്ളത്. ഇവയിൽ കിഴക്കോട്ടൊഴുകുന്നത് എത്ര? 6. കിഴക്കോട്ടൊഴുകുന്നത് 3. കബനി, ഭവാനി, പാമ്പാർ. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഇതാണ്. ഇദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. മഴ പെയ്യുന്നത് ആ ജലാശയത്തിലെ ജലം നീരാവിയായി ഘനീഭവിച്ച് മേളിലോട്ട് പോയാണോ? അല്ലാതെ ചെറുറെന്ന് പറഞ്ഞ നിനക്ക് വയസ്സ് എത്രയുണ്ട് ഇപ്പൊ? എത്ര വയസ്സായി ഇപ്പൊ? 13 വയസ്സായത് നിനക്ക് ഇതൊക്കെ എഴുതാനൊക്കെ അറിയാല്ലേ? ഇതെന്തുവാണ് എഴുതി വെച്ചിരിക്കുന്നത്? എത്രയും പ്രായമുള്ള പിന്നെ ഇതിലെടുത്ത് എത്രയും പ്രായമുള്ള ബോളിക്ക് എത്രയും പ്രായമുള്ള ബോളിക്ക്
നീ എന്നെ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ അറിയും. ഓ, നീ എന്നെ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ അറിയും എന്നാണ്. നീ എന്തിന് ചാണകം? നീ എന്തിന് ചാണകം? ഞാനല്ലേ ചാണകം. എടാ, നിനക്ക് വയസ്സിപ്പോ എത്രയല്ലേ? 13 വയസ്സ്. നാളെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നാൽ കേട്ടോ. ക്ലാസ് ആരെങ്കിലും അല്ല, അച്ഛനെ തന്നെ വിളിച്ചോണ്ട് പറഞ്ഞു കേട്ടോ. എടാ, ഇപ്പോഴേ ഇങ്ങനെയൊക്കെ പഠിച്ചു വല്ല MBBS വല്ല മിടുക്കനായിട്ട് വേണം. ഇങ്ങനെ ക്ലാസ് അവിടെ നല്ല പഠിത്തം കേട്ടോ. വയസ്സ് ഇത്രയെങ്കിലും ആയെങ്കിലും ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാമുവിന്റെ ക്ലാസ് അധ്യാപകൻ അവനെ വിളിച്ചു. ദാമോ, നിന്നെ ഹെഡ് മാസ്റ്റർ വിളിക്കുന്നു. ഉടനെ നീ ഓഫീസ് റൂമിലെത്തണം. നിന്റെ ബുക്കും പുസ്തകവും കൂടെ കയ്യിലെടുത്തോളൂ. ചാരിയിട്ടിരുന്ന ഹാഫ് ഡോർ തുറന്ന് ദാമ് ഓഫീസ് റൂമിലേക്ക് കടന്നു. അവന്റെ കണ്ണുകൾ ആ മുറിയിലൂടെ പാഞ്ഞു നടന്നു. ഒരു നിമിഷം ലോകത്തിന്റെയും വിവിധ രാജ്യങ്ങളുടെയും വിവിധ വർണ്ണങ്ങളുള്ള മേപ്പുകൾ തൂക്കിക്കിടക്കുന്ന ചുവരിന്റെ മധ്യഭാഗത്തായി തന്റെ രാഷ്ട്രപിതാവിന്റെ അകളക്ക സുസ്മിതം തൂകുന്ന ഒരു എണ്ണഛായാചിത്രം. അലമാരകൾ നിറയെ വിവിധ വിജ്ഞാന ശാഖകളിലുള്ള ഗ്രന്ഥങ്ങൾ ചിട്ടിയായി അടിച്ചു വെച്ചിരിക്കുന്നു. അറ്റൻഡൻസ് രജിസ്റ്ററുകളും അഡ്മിഷൻ ഫോമുകളും അടുക്കി വെച്ചിരിക്കുന്ന മേശയുടെ പിന്നിലെ കസേരയിൽ തന്റെ ഹെഡ് മാസ്റ്റർ ഇരിക്കുന്നു. തൊട്ടടുത്ത് കിടക്കുന്ന ബെഞ്ചിലിരിക്കുന്നു തന്റെ അയൽവാസിയായ വൃദ്ധനായ ഒരു അമ്മാവൻ. ഹെഡ് മാസ്റ്റർ ദാമുവിനെ വിളിച്ചു. ദാമു, നിന്റെ അച്ഛന് തീരെ സുഖമില്ല. നീ വീട്ടിലേക്ക് വെക്കോളൂ. നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാ ഈ അമ്മാവൻ വന്നേ. പിന്നെ ദാമു ഒട്ടും വൈകില്ല. വൃദ്ധനായ അമ്മാവനോടൊപ്പം അവൻ വീട്ടിലേക്ക് നടന്നു. വീടെന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറ്റക്കുടിൽ, ഒരു മാടം. ഏത് മാടം? പണ്ട് കുമാരനാശാൻ ചിത്രീകരിച്ച ചാത്തന്റെ ചെറ്റമാടമില്ലേ, അതുപോലെ ഒന്ന് കാണാൻ ചെറുതായി അകലെ നിന്നാലൊരു കൂണെന്ന പോലെ വയൽവരം. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു കൂണ് നിൽക്കുന്നത് പോലെ വയൽവരമ്പിൽ കെട്ടിവെച്ച ചെറ്റമാണ്. സത്യം പറഞ്ഞാൽ ഒരു ചെവും ചേരുമില്ലാത്ത ചെറ്റക്കുടിൽ. അത് വൃത്താകൃതിയാണോ? അല്ല. ചതുരാകൃതിയാണോ? അല്ല. ത്രികോണമാണോ? അല്ലേ അല്ല. പിന്നെ ആകൃതി പറയാൻ പറ്റുകയില്ല എന്നർത്ഥം. ദാമു വീടിനോട് അടുത്തെത്തുമ്പോൾ ദാമുവിന്റെ വീട്ടുമുറ്റത്ത് കുറച്ചാളുകൾ കൂടി നിൽക്കുന്നു. ദാമുവിനൊന്നും മനസ്സിലായില്ല. അവൻ ഉമ്മറ പടി കയറി എത്തുമ്പോ ഉമ്മറ താരോ വിരിച്ചിട്ട പുൽപ്പായിൽ തന്റെ അച്ഛന്റെ മൃതശരീരം ഒരു തൂവുള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്നു. തന്റെ കൊച്ചനുജത്തി ഓരോന്ന് ചൊല്ലി അമ്മയെ പറ്റി പിടിച്ച് പൊട്ടിക്കരയുന്നു. കഴിഞ്ഞ 8 വർഷമായി തളർവാദം പിടിപെട്ട തന്റെ അമ്മ കരയുവാൻ കണ്ണുനീരില്ലാതെ ആ മൃതശരീരത്തെ നോക്കി വിതുമ്പുന്നു. ഓടിയെത്തി ദാമു ആ ശവശരീരത്തിൽ പൊതിഞ്ഞിരുന്ന വസ്ത്രം അല്പം മാറ്റി എന്റെ അച്ഛ കത്തിക്കരിഞ്ഞ് കരിവാളിച്ച് വികൃതമായ ആ മൃതശരീരത്തിലേക്ക് ആ തരള ഹൃദയൻ അസ്തപ്രജ്ഞനായി കമഴ്ന്നു വീണു. മൗന ദുഃഖത്തിന്റെ കടത്ത സ്മൃതികളും കണ്ണുനീരും നെടുവീർപ്പും. മൗന ദുഃഖത്തിന്റെ തപ്ത സ്മൃതികളും കണ്ണുനീരും നെടുവീർപ്പും. സമുദ്രം വീഴുന്ന നിമിഷങ്ങളോടൊപ്പം വറ്റാത്ത ദുഃഖ സമുദ്രം. മൗന ദുഃഖത്തിന്റെ
കുടുംബത്തിലും വെടിക്കോപ്പുമായി പോയതാണ് തന്റെ അച്ഛൻ. ആ നാട്ടിലെ പ്രശസ്തനായ ഒരു കരിമരുന്ന് വിദഗ്ധൻ, ആകാശ നീലിമകളിൽ സപ്തവർണ്ണങ്ങൾ വിതറാനും പ്രപഞ്ചത്തെ പോലും കിടിലം കൊള്ളിക്കുന്ന ശബ്ദ തരംഗങ്ങൾ സൃഷ്ടിക്കുവാനും പ്രാവീണ്യം സിദ്ധിച്ച ഒരു വ്യക്തി. ദാമുവിന്റെ അച്ഛനെ വെല്ലാൻ ആ ഗ്രാമത്തിൽ മറ്റൊരു കരിമരുന്ന് വിദഗ്ധനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു കൈപ്പിഴ സംഭവിക്കുമെന്ന് ആരറിഞ്ഞു? നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ കുടുംബത്തിന്റെ കിടാവളക്കായിരുന്നു തന്റെ പ്രിയപ്പെട്ട അച്ഛൻ എന്തെന്നേക്കുമായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. തങ്ങൾക്ക് താങ്ങും തണലും വഴികാട്ടിമാരുന്ന പ്രിയപ്പെട്ട അച്ഛന്റെ മരണം ദാമുവിനെ, തന്റെ കൊച്ചനുജത്തെയും അമ്മയെയും ആകെ തളർത്തി. ദാമുവിന്റെ വീട്ടിൽ കൂടി നിന്നവർ വീടിനടുത്ത് തയ്യാറാക്കി കുഴിമാടത്തിലേക്ക് ആ ശവമാംസവും വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. തന്റെ കൊച്ചനുജത്തി ഓരോന്ന് ചൊല്ലി അമ്മയെ പറ്റിപ്പിടിച്ച് പൊട്ടിക്കടയുന്നു. തളർവാദം പിടിപെട്ട തന്റെ അമ്മയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തള്ളികൾ തന്റെ അച്ഛന്റെ കുഴിമാടത്തിലേക്ക് ഇച്ചിട്ട് വീഴുന്നു. ദാമുവിന്റെ സാന്നിധ്യത്തിൽ അവർ ആ ശവപ്പെട്ടി കുഴിമാടത്തിലേക്ക് ഇറക്കി വെച്ചു. കുഴിമാടം മൂടുന്ന സമയം 9 വയസ്സ് മാത്രം പ്രായമുള്ള ദാമുവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളിൽ തന്റെ അച്ഛന്റെ ശവകുടീരത്തിലേക്ക് ഇറ്റിട്ട് വീഴുന്നു. ജീവിതം എന്തെന്നറിയാത്ത ബാലൻ മിഴിച്ച് നിന്നുപോയി. ശേഷം നാട്ടുകാർ പിരിഞ്ഞു. ദാരിദ്ര്യത്തിന്റെ പ്രൗഢമായി മാറി ദാമുവിന്റെ കൊച്ചു കുടുംബം അന്തിക്കഞ്ഞിക്ക് പോലും വകയുമില്ലാതെ, ആരോരും ആശ്രയമില്ലാതെ ജീവിതത്തിന്റെ ചുമർ ചിത്രത്തിലേക്ക് ആദിയും അന്തവുമില്ലാതെ ആ കുടുംബം വിറങ്ങലിച്ച് നിന്നുപോയി. തന്റെ അമ്മയും അനുജത്തെയും പറ്റിപ്പിടിച്ച് ചില്ലിപ്പുള പൊട്ടുന്ന പോലെ പൊട്ടി കരയാനേ പാവം ദാമുവിന് കഴിഞ്ഞിട്ടുള്ളൂ. അവൻ അമ്മയെ പറ്റിപ്പിടിച്ച് പൊട്ടി കരയുന്നു. കത്തും വികാരത്തോടെ പൂവാൽ ജീവിതം തേടുന്ന ദാമു, ജീവനിൽ കത്തും വികാരത്തോടെ പൂവാൽ ജീവിതം തേടുന്ന ദാമു. പൂർവജന്മത്തിലെ എതിരാഹിത്യമോ വേദങ്ങളോടും പൂർവജന്മത്തിലെ എതിരാഹിത്യമോ വേദങ്ങളോടും ജീവനിൽ കത്തും വികാരത്തോടെ പൂമാറും ജീവിതം തേടുന്ന 9 വയസ്സ് മാത്രം പ്രായമുള്ള ദാമുവിന്റെ ചുമലിൽ കുടുംബഭാരം മുഴുവനും വന്നു വീണു. തന്റെ കൊച്ചു കുടുംബം പുലർത്തുവാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു കരിമരുന്ന് ശാലയിൽ പണിയെടുക്കുവാൻ ദാമു തീരുമാനിച്ചു. രാവന്തിയോളം എല്ലുന്നുറുകെ പണിയെടുത്താൽ പോലും തന്റെ കൊച്ചു കുടുംബം പുലർത്തുവാനുള്ള വരുമാനം അവന് ലഭിച്ചിരുന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചക്രം തിരിച്ചിരുന്ന ബുദ്ധിമാന്മാരെ ഭരണസാരഥികൾ ഒരു നിയമസംഹിത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 14 വയസ്സിന് താഴെയുള്ള ബാലന്മാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ശിക്ഷാർഹമാണ്. ആർട്ടിക്കിൾ 24 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനെതിരെ മഹേഷ് ചന്ദ്ര വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു എന്ന് പറയുന്ന ഒരു വ്യക്തി കേസ് തന്നെ നടത്തിയിട്ടുണ്ട്. ശിവകാശിയിലും പടക്കശാലകളിലും ഇത്തരത്തിൽ ബാലവേല നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട്
പക്ഷേ ശിവകാശിയിലെ തെരുവീതികളിലെ കരിമരുന്ന് ശാലകളിൽ 8ഉം 9ഉം വയസ്സ് മാത്രം പ്രായമുള്ള ബാലന്മാർ കരിമരുന്നിനോട് മല്ലിടുന്നു ഇന്നും. ഇവിടെ ദാമവും അത്തരത്തിലുള്ള ഒരു കരിമരുന്ന് ശാലയിൽ ദിവസവും പണിക്കെത്തും. അർത്ഥ പട്ടിണി കൊണ്ട് വലഞ്ഞ കുടുംബം, തന്റെ അമ്മയുടെ വളരെ തകർന്നു പോയ ആരോഗ്യനില, ജീവിതമെന്നറിയാത്ത തന്റെ കൊച്ചനുജത്തി എന്നിവർ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ക്രിസ്തുദേവന്റെ തിരുജന്മ മഹോത്സവം ആഘോഷിക്കുന്ന അതിമനോഹരമായ ക്രിസ്തുമസ് രാത്രി വരായി ഒരു സംഘ ചെറുപ്പക്കാർ കരോൾ ഗാനങ്ങൾ പാടിപ്പോവുകയാണ്. പുതിയ യുഗത്തിൻ പിറവിയൊരുക്കിയ രജതതാരമിതാ, പുതിയൊരു ജീവിത പാതയൊരുക്കിയ സുവർണതാരമിതാ. പുതിയ യുഗത്തിൻ പിറവിയൊരുക്കിയ രജതതാരമിതാ, പുതിയൊരു ജീവിത പാതയൊരുക്കിയ സുവർണതാരമിതാ. ജനകോടികളുടെ അഭിലാഷത്തിൻ കനകതാരമിതാ, ഭക്തന്മാർ വിടുതൽ നൽകിയ അത്ഭുതതാരമിതാ. ജനകോടികളുടെ അഭിലാഷത്തിൻ കനകതാരമിതാ, ഭക്തന്മാർ വിടുതൽ നൽകിയ അത്ഭുതതാരമിതാ. Happy Christmas, happy Christmas, happy Christmas, ആനന്ദത്തിൻ നാൾ. Happy Christmas, happy Christmas, happy Christmas, ആനന്ദത്തിൻ നാൾ. ലോകത്തിന്റെ രക്ഷകനായി ജനിച്ച ക്രിസ്തുദേവന്റെ തിരുജന്മ സന്തോഷം വിളിച്ചറിയിച്ചുകൊണ്ട് ആ കരോത്സവം മുന്നോട്ട് നീങ്ങുന്നു. പാലസ്തീൻ ജനതയെന്ന് മാത്രമല്ല, ഭൂമണ്ഡലം മുഴുവനും പ്രജ്ഞയേറ്റ് നിദ്രാവലംബിയായ ക്രിസ്മസ് രാത്രിയിൽ ആ കരോത്സവം മുന്നോട്ട് നീങ്ങുകയാണ്. മലവാടികളും മരുഭൂമികളും പുളകമണിഞ്ഞല്ലോ, മലമേടുകളും മൈമേടകളും കാഴ്ചമണിഞ്ഞല്ലോ. മലവാടികളും മരുഭൂമികളും പുളകമണിഞ്ഞല്ലോ, മലമേടുകളും മൈമേടകളും കാഴ്ചമണിഞ്ഞല്ലോ. ആതുര വീട് അല്ലവണിഞ്ഞല്ലോ, പൂത്തിരി കത്തിച്ചുല്ലാസത്തിൻ ഗാനങ്ങൾ പാടി. ആതുര വീട് അല്ലവണിഞ്ഞല്ലോ, പൂത്തിരി കത്തിച്ചുല്ലാസത്തിൻ ഗാനങ്ങൾ പാടി. Happy Christmas, happy Christmas, happy Christmas, ആനന്ദത്തിൻ നാൾ. Happy Christmas, happy Christmas, happy Christmas, ആനന്ദത്തിൻ നാൾ. ആ കരോത്സവം മുന്നോട്ട് പോയി മറയും. ആ കരോത്സവം മുന്നോട്ട് പോയി മറയും. ദാമോന് തന്റെ അമ്മ കഥ പറഞ്ഞു കൊടുക്കുന്നു. ഈ കരോത്സവം പാടിപ്പോകുന്നതിന് പിന്നിലെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു. ദാമു അമ്മയുടെ അടുത്തിരുന്ന് കഥ കേൾക്കുന്നു. മോനെ ദാമു, ഈ കരോത്സവം പാടിപ്പോകുന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ ക്രിസ്തുവിന്റെ ചരിത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് മരണമില്ലാത്ത ജീസസിന്റെ ചരിത്രം, ലോകരക്ഷകനായ ജീസസിന്റെ ചരിത്രം. മരണമില്ലാത്ത ജീസസ്, മഹോന്നതനായ ജീസസ്. മരണമില്ലാത്ത ജീസസ്, മഹോന്നതനായ ജീസസ്. വാരിലെ മധ്യ മനസ്സുകളിൽ പുതുജീവൻ നൽകുന്ന ജീസസ്. വാരിലെ മധ്യ മനസ്സുകളിൽ പുതുജീവൻ നൽകുന്ന ജീസസ്. മരണമില്ലാത്ത ജീസസ്, മഹോന്നതനായ ജീസസ്. ലോകത്തിന്റെ രക്ഷകൻ, അതെ, മരണമില്ലാത്ത ജീസസ്. മരണമില്ലാത്ത ജീസസ്, മഹോന്നതനായ ജീസസ്. മരണമില്ലാത്ത ജീസസ്, മഹോന്നതനായ ജീസസ്. വാരിലെ മധ്യ മനസ്സുകളിൽ പുതുജീവൻ നൽകുന്ന ജീസസ്. വാരിലെ മധ്യ മനസ്സുകളിൽ പുതുജീവൻ നൽകുന്ന ജീസസ്. മരണമില്ലാത്ത ജീസസ്, മഹോന്നതനായ ജീസസ്. ലോക
ലോകപ്രസിദ്ധമായ യഹൂദിയയിലെ പ്രശസ്തമായ ഒരു പട്ടണമായിരുന്നു ബത്ലഹേം. ഈ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്തേക്ക് നമുക്കൊന്ന് പോകാം. ഇതാ കണ്ടില്ലേ, ആട്ടിൻകൂട്ടങ്ങളും പുൽത്തകിടികളും അതിമനോഹരങ്ങളായ താഴ്വരകളും ഇടകലർന്ന ഒരു സുന്ദരമായ ഗ്രാമം. മാണിക്യച്ചപ്പുമേന്തി ആനന്ദ നൃത്തം ആടുന്ന ഗ്രാമം. മാണിക്യച്ചപ്പുമേന്തി ആനന്ദ നൃത്തം ആടുന്ന ഗ്രാമം. ആട്ടിൻകൂട്ടങ്ങളും താഴ്വരകളും ആട്ടിടയന്മാരുടെ സ്വന്തം ഗ്രാമം. ആട്ടിൻകൂട്ടങ്ങളും താഴ്വരകളും ചേർന്ന് ആട്ടിടയന്മാരുടെ സ്വന്തം ഗ്രാമം. ആട്ടിടയന്മാരുടെ സ്വന്തം ഗ്രാമം. ആട്ടിടയന്മാരുടെ സ്വന്തം ഗ്രാമം. നീഹാര ബിന്ദുക്കൾ തോരണം ചേർത്തി പൊന്നിൻ പുലരിയിൽ മുങ്ങി നിൽക്കുന്ന സസ്യശ്യാമള കോമളമായ ഒരു ഗ്രാമം. ചേതോഹരമായ ഈ ഗ്രാമചൈതന്യം നമ്മെ ആകർഷിച്ചില്ലെങ്കിൽ അത്ഭുതമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. മാണിക്യച്ചപ്പുമേന്തി ആനന്ദ നൃത്തം ആടുന്ന ഗ്രാമം. മാണിക്യച്ചപ്പുമേന്തി ആനന്ദ നൃത്തം ആടുന്ന ഗ്രാമം. ആട്ടിൻകൂട്ടങ്ങളും താഴ്വരകളും ആട്ടിടയന്മാരുടെ സ്വന്തം ഗ്രാമം. ആട്ടിൻകൂട്ടങ്ങളും താഴ്വരകളും ചേർന്ന് ആട്ടിടയന്മാരുടെ സ്വന്തം ഗ്രാമം. ആട്ടിടയന്മാരുടെ സ്വന്തം ഗ്രാമം. ഈ ഗ്രാമത്തിന്റെ ഒരു അതിർത്തിയിൽ ഒരു കൂട്ടം ആട്ടിടയന്മാർ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു. സമയം അർദ്ധരാത്രി. കോരിച്ചൊരിയുന്ന മഞ്ഞും പ്രഭാമരീചികകൾ ചിന്നുന്ന നക്ഷത്ര കിന്നരിമാരും സ്ഫുടകിരണങ്ങൾ പെടുത്തുന്ന അതിമനോഹരമായ ഡിസംബർ രാത്രി. ആ രാത്രിയിൽ ആട്ടിടയന്മാർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് കാവലിരിക്കുന്നു. പെട്ടെന്ന് ആകാശത്തിൽ നിന്നും ഒരു ദിവ്യപ്രകാശം. ഒരു ദൈവദൂതൻ അവർക്ക് പ്രത്യക്ഷനായി. ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അവൻ കർത്താവായ ക്രിസ്തുവാകുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ആകാശവീഥികൾക്കപ്പുറത്തു നിന്നും അനവധ്യ ഗാനമുയർന്നു. ആകാശവീഥികൾക്കപ്പുറത്തു നിന്നും അനവധ്യ ഗാനമുയർന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പൂവിൽ പിറന്നവന് ഓശാന ഓശാന. പൂവിൽ എല്ലാവർക്കും സമാധാനം സമാധാനം. പൂവിൽ പിറന്നവൻ ഓശാന ഓശാന. പൂവിൽ എല്ലാവർക്കും സമാധാനം. വാഴ്ത്തപ്പെടട്ടെ നിന്നാമം, അവിടുത്തെ തിരുനാമം. വാഴ്ത്തപ്പെടട്ടെ നിന്നാമം, അവിടുത്തെ തിരുനാമം. അവിടുത്തെ തിരുനാമം. അവിടുത്തെ തിരുനാമം. അവിടുത്തെ തിരുനാമം. കിഴക്ക് ഒരു അപൂർവ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. മൂന്ന് വിദ്വാൻമാർ നക്ഷത്രം പോകുന്ന ദിക്ക് നോക്കി യാത്ര തുടങ്ങി. അവർ യൂദയ രാജ്യത്തിലെ മഹാരാജാവ് ഹെറോദോസിന്റെ കൊട്ടാരത്തിലെത്തി. രാജകൊട്ടാരം വർണ്ണശബളമായ ദീപപ്രഭയിൽ പൊങ്ങി നിൽക്കുന്നു. ഒരു ഭൃത്യൻ പ്രത്യക്ഷപ്പെട്ടു. തിരുമേനി, പൗരസ്ത്യ ദിക്കിൽ നിന്നും കുറച്ച് ആളുകൾ അങ്ങേ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. അതാ വരുന്നു വെള്ളത്താടിയും വെള്ളത്തലമുടിയും കയ്യിൽ നീണ്ട വടികളുമായി ഒരു സംഘം ആളുകൾ. യൂദയ മഹാരാജ ഹെറോദാസ്, യൂദയ മഹാരാജ ഹെറോദാസ്.
തിരുമേനി, ഞങ്ങൾ പൗരസ്ത്യത്തിലെ നക്ഷത്ര നിരീക്ഷകരാണ്. ആകാശത്ത് ഞങ്ങൾ ഒരു അത്ഭുത നക്ഷത്രം കണ്ടു. ഞങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ അതൊരു ദിവ്യ ശിശുവിന്റെ ജന്മനക്ഷത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ സംശയ നിവൃത്തിക്കായി ചോദിച്ചു കൊള്ളട്ടെ, ഭാവി രാജാവ് പിറന്ന കുഞ്ഞെവിടെ? എന്തോ ഭാവി രാജാവ് പിറന്ന കുഞ്ഞോ? അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വന്നിച്ചിട്ട് എന്നോട് പറയുവിൻ. എനിക്കും ഭാവി രാജാവായി പിറന്ന കുഞ്ഞിനെ വന്ദിക്കണം. ഹെറോദാസിന്റെ കോപം ജ്വലിച്ചു നിൽക്കുമ്പോൾ അത് അങ്ങകലെ ബെത്ലഹേമിലെ ഹോശാലയിലെ പുൽത്തൊട്ടിയിൽ കീറ്റ് ശീലയാൽ പൊതിയപ്പെട്ട സഷ്പമത്തയിൽ ശയിക്കുന്നു ദൈവശിശു ഈശോ, ലോകത്തിന്റെ രക്ഷകൻ. വിദ്വാൻമാർ ആ കാലിത്തോട്ട് കണ്ടുപിടിച്ചു. അവർ ആ കുഞ്ഞിനെ കണ്ടുവണങ്ങി പൊന്നും നൂരും കുന്തിരിക്കും കാഴ്ചവെച്ചു. കണ്ടവരോടൊക്കെ അവർ ഈ വാർത്ത പറയുന്നു. കേട്ടവരൊക്കെ ആ പുൽക്കൂട്ടിലേക്ക് ഓടിയെത്തുന്നു. എല്ലാവർക്കും സന്തോഷം. സന്തോഷം കൊണ്ടവർ തുള്ളിച്ചാടുന്നു, ചാടുന്നു, അവർ പാടുന്നു. പാടുക പാടുക ആമോദര, മാനവരെ സ്തുതി ഗീതങ്ങൾ നിങ്ങൾ പാടുക പാടുക ആമോദര. ബെത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ രക്ഷകനായി ജനിച്ചു പൊന്നേശു തമ്പുരാൻ. പക്ഷേ ഒരാൾക്ക് മാത്രം മനസ്സുമാധാനമില്ല. ഹെറോദാസിന്റെ മനസ്സ് പുകയുന്ന അഗ്നിപർവ്വതമായി മാറുന്നു. ആരവിടെ? കൽപ്പിച്ചാലും തിരുമേനി, ആ വാനശാസ്ത്രജ്ഞന്മാർ ഇതുവരെ മടങ്ങി വന്നില്ലേ? ഇല്ല തിരുമേനി, ഇല്ല. ആരവിടെ? ബെത്ലഹേം നാട്ടിൽ 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയൂ. പറയാത്ത താമസം ഊരിപ്പിടിച്ച വാളുകളുമായി ഹെറോദാസിന്റെ കൂലി പട്ടാളക്കാർ ബെത്ലഹേമിലെയും പരിസര പ്രദേശങ്ങളിൽ വീടുകളിൽ കുതിച്ചു കയറുന്നു. രാജഭടന്മാർ ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്നു. ഉദ്യോഗ നിർഭരങ്ങളായ നിമിഷങ്ങൾ. രാത്രിയുടെ വിജനയാമങ്ങളെ തടിക്കൊണ്ട് കടന്നു പോകുന്നു. അമ്മമാരുടെ കയ്യിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചു വാങ്ങുന്നു. പെറ്റമ്മമാരുടെ മുന്നിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളുടെ ശിരസറിയുന്നു. നിഷ്കളങ്കരായ ശിശുക്കളുടെ പിഞ്ചിളം ചോര തെരുവീഥികളെ നനയ്ക്കുന്നു. ചുടുചോരയുടെ ഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. മാതാപിതാക്കളുടെ കൂട്ടം നിലവിളി വീഴുന്നു. പിഞ്ചുഖണ്ഡങ്ങൾ അരിയുന്നു, ചോരപ്പുഴകൾ ഒഴുകുന്നു. അമ്മമാർ പൊട്ടിക്കരയുന്നു. ആകാശം പോലും പിളർന്നു. ബെത്ലഹേമിൽ ഒരു കുഞ്ഞു പോലും അവശേഷിച്ചിട്ടില്ലെന്നാണ് ഹെറോദാസ് കരുതിയത്. പക്ഷെ ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. ആ തിരുകുടുംബം നസറേത്തിലെത്തി. അവർ അവന് പേരിട്ടു ഈശോ. യേശു എന്താണ് പേര്? ഈശോ. ഈശോ എന്ന് പറഞ്ഞാലും യേശു എന്ന് പറഞ്ഞാലും ഒന്നാണ്. കത്തോലിക്ക ബൈബിളിൽ ഈശോ എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കൊരു പേരെടുത്ത് നോക്കാം. ഒരു 25 വർഷത്തിന് മുമ്പുള്ള മാരായമട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC ബുക്കിലെ ഒരു പേരെടുത്ത് നോക്കാം. ശുഭപതി ഗണേശ കാമരാജചന്ദ്ര ബോസ്. അങ്ങനെയാണല്ലോ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ തുടങ്ങും. വാവേ, മോനു, സോനു എന്നൊക്കെ അല്ലേ? എല്ലാവരും പേരെടുക്കാം. മോനെ ഒരാൾ കുഞ്ഞമ്മ ഒന്ന് വിളിക്കും, സോനു എന്ന് വിളിക്കും.
അമ്മ വിളിക്കും മോനേന്ന് വിളിക്കും, മോനു എന്നും വിളിക്കും, തൊട്ടടുത്ത ചക്കരേന്ന് വിളിക്കും, അടുത്തുള്ള ചന്ദ്രാന്ന് വിളിക്കും, അടുത്ത ഗോലാശ അല്ല എല്ലാവരും. അപ്പൊ പേരിടുന്ന ദിവസമാണ് എല്ലാവർക്കും തർക്കം. അച്ഛന് തർക്കം, അമ്മയ്ക്ക് ഞാനിട്ട പേര് മാത്രമേ ആർക്കും ചേരൂല, ഞാനിട്ടത് മാത്രം. അതുകൊണ്ട് എല്ലാവരും വിളിച്ച പേര് കൂടെ ഒരുമിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശിവപതി, ഗണേശ, കാമരാജ, ചന്ദ്ര, ബോസ്, ഷൗക്കത്ത്, കൊല്ലം ബാബു എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ, സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞു, എല്ലാം കൂടെ പന്മന സുരേന്ദ്രൻ അല്ലേ, തമ്പി അല്ലേ, തമ്പി എന്നൊക്കെ പറഞ്ഞു. ആ ക്യാപ്റ്റൻ തമ്പി വെറുത്തൊരു പേര്. എന്നാൽ ഇപ്പോ ഒരു പേര് ഇടൽ വന്നിട്ടുണ്ട്. ഒരു കുറച്ച് വർഷത്തിന് മുമ്പുള്ള ഒരു പേരെടുത്ത് നോക്കാം, കേശവൻ. കേശത്തിന്റെ പാശത്തോട് കൂടിയവൻ ആരും അവൻ കേശവൻ. തലയിൽ നല്ല മുടിയുള്ളവൻ എന്നാണ് അർത്ഥം. പക്ഷെ തല നോക്കിക്കഴിഞ്ഞാൽ മൊസൈക്ക് പാവുകയും മട്ടുപാവ് പോലെ ഇരിക്കും, മുട്ടയായിരിക്കും, മുടി കാണത്തില്ല. പേര് കേശവൻ, നല്ല മുടിയുള്ളവനാണ്. താമരാക്ഷി, കവലാക്ഷി, നല്ല കണ്ണോട് കൂടിയവൾ ആരോ അവൾ താമരാക്ഷി എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ താമരാക്ഷിയുടെ കണ്ണൊന്ന് അങ്ങനെ. അതുപോലെ സ്വർണ്ണമ്മ, സ്വർണം നിറഞ്ഞവൾ എന്നാണ്. കഴുത്തിൽ ഒരു തരി പോലും കാണും. ഇപ്പൊ വേറൊരു തരം പേരിടുന്നുണ്ട്. ഭർത്താവിന്റെ പേര് ആനന്ദൻ, ഭർത്താവിന്റെ പേര് ആനന്ദൻ, ഭാര്യയുടെ പേര് ശാരദ. ആനന്ദന്റെ ആദ്യാക്ഷരം എന്താ? ശാരദയുടെ ആദ്യാക്ഷരം എന്താ? ആശ. ആദ്യാക്ഷരങ്ങൾ ചേർത്തുള്ള പേര്. ആനന്ദന്റെ ആദ്യാക്ഷരമായും ശാരദയുടെ ആദ്യാക്ഷരമായിട്ട് ആശ എന്ന്. നല്ല പേരല്ലേ? ഇത് കേട്ടപ്പോ അവർക്ക് അങ്ങനെ ഇടാമെങ്കിൽ നമുക്കും അങ്ങനെ ഇട്ടുകൂടാ. ഭർത്താവിന്റെ പേര് സുരേന്ദ്രൻ, ഭാര്യയുടെ പേര് സിൽവി. ഭർത്താവിന്റെ പേര് ആനന്ദൻ, സുരേന്ദ്രൻ, ഭാര്യയുടെ പേര് സിൽവി. സുരേന്ദ്രന്റെ സു, സിൽവിയുടെ സി, രണ്ടും കൂടെ എടുത്തു സൂസി എന്നാ കേട്ടു. ഇത് കണ്ടപ്പോ അപ്പുറത്തെ വീട്ടിലെ ഒരാൾക്കൊരു അങ്ങനെയാണല്ലോ, ഒരാളൊരു വീട് വെച്ച 2 നില വീട് വെച്ചാൽ നമ്മൾ എത്ര 3 നില വീട് വെച്ചു. ഒരാൾത്തോ കാർ എടുത്താൽ നമ്മൾ എന്താ എടുക്കും? ഇന്നോവ കാർ എടുക്കും. കടം മേടിച്ചായാലും വേണ്ടില്ല. ഒരാൾ 1 നില വീട് വെച്ചാൽ നമ്മൾ അതിനേക്കാളും അവന്റെ വീടിനേക്കാളും പൊങ്ങിയിരിക്കാൻ വേണ്ടി കട്ടിക്കെടുത്താലും വേണ്ടില്ല. എല്ലാം ചേർന്നാണ് എടുക്കുന്നത്. പിറ്റന്ന് കടമെല്ലാം കയറിയതിനു ശേഷം വസ്തു വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് ബോർഡും വെക്കും അല്ലേ. സുരേന്ദ്രൻ, സിൽവി. അനുകരണത്തിന്റെ പുറകേന്നും പോകരുത് എന്നാണ് പറഞ്ഞത്. ഭർത്താവിന്റെ പേര് സോമരാജൻ, ഭാര്യയുടെ പേര് റീമ. സോമരാജന്റെ ആദ്യ റീമയുടെ പേര്. ഇത് കേട്ടപ്പോ ഇപ്പുറത്തെ ഒരു ആഗ്രഹം, അവർക്കും ഒരു പേരുണ്ട്. ഭർത്താവിന്റെ പേര് മാത്യൂസ്, ഭാര്യയുടെ പേര് ക്രിസ്റ്റി, ഭാര്യയുടെ പേര് ക്രിസ്റ്റി. മാത്യൂസിന്റെ ആദ്യാക്ഷരം അമ്മ, ക്രിസ്റ്റിയുടെ ആദ്യാക്ഷരം ഇങ്ങനെ എടുത്ത് പേരിട്ടുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ പേരിട്ടു യേശു എന്ന് പേരിട്ടു. ദിവസങ്ങളുടെ തേരോട്ടം മാസങ്ങളുടെ കുളമ്പടി ശബ്ദത്തോടു കൂടെ കടന്നു. അവ വർഷങ്ങളുടെ നീരാട്ടുകടവിൽ നീന്തി തുടിച്ചു. യേശുവിനന്ന് 12 വയസ്സുണ്ട്. ജെറുസലേം ദേവാലയത്തിൽ ഇതാ നിൽക്കുന്നു ഈശോ. സൂര്യപ്രകാശമെഴും കോമളത്വം, ശാന്തപ്രഭാവമെഴും വദനബിംബം. സൂര്യപ്രകാശമെഴും കോമളത്വം, ശാന്തപ്രഭാവമെഴും വദനബിംബം. കരുണ വഴിഞ്ഞൊഴുകും നീലനേത്രം, സ്വർഗതേജോമയനാം ദിവ്യയോഗി. കരുണ വഴിഞ്ഞൊഴുകും നീലനേത്രം, സ്വർഗതേജോമയനാം ദിവ്യയോഗി. സൂര്യപ്രകാശമെഴും കോമളത്വം, ശാന്തപ്രഭാവമെഴും വദനബിംബം. പെസഹ പെരുന്നാളിന് സമയമെടുത്തു. രാഷ്ട്ര ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണിത്. ജോസഫ് മൊത്ത് മാതാവും എല്ലാവരും ദേവാലയത്തിൽ പോയി. കറണ്ട് പോയി. മാസങ്ങളുടെ കുളമ്പടി ശബ്ദത്തോടുകൂടി കടന്നുപോയി. അവ വർഷങ്ങളുടെ നീരാട്ടുകടവിൽ നീന്തി തുടിച്ചു. പെസഹ പെരുന്നാളിന് സമയമെടുത്തു. രാഷ്ട്രചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണിത്. ജോസഫ് മൊത്ത് യേശുവും മറിയയും ജെറുസലേമിലെ പ്രാർത്ഥനാലയത്തിൽ പോയി. പെരുന്നാൾ കഴിഞ്ഞ് യേശു കൂടെയുണ്ടെന്ന് കരുതി ജോസഫും മറിയയും തിരികെ മടക്കി. കുറെ ദൂരം പിന്നിട്ടപ്പോൾ തങ്ങളുടെ മകനെ കാണാനില്ല.
അവർ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ജെറുസലേമിലെ പ്രാർത്ഥനാലയത്തിലെത്തി. ദേവാലയത്തിൽ ഉപദേഷ്ടാക്കളുടെ നടുവിലിരുന്ന് സംശയങ്ങൾ ചോദിക്കുന്നു ഈശോ. 12 വയസ്സുള്ള ഈശോയുടെ സംശയങ്ങൾ കേട്ട് പുരോഹിതന്മാരും പണ്ഡിതന്മാരും അത്ഭുതപ്പെടുന്നു. ഈശോ മോനോട് വന്നിരിക്കുകയായിരുന്നോ? വരൂ, നമുക്ക് പോകാം. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിന് ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം ഇരിക്കേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈശോ മാതാപിതാക്കളോടൊപ്പം നസറേത്തിലേക്ക് പോയി. അവിടെ അവൻ വിവേകത്തിലും ജ്ഞാനത്തിലും ദൈവത്തോടും മനുഷ്യരോടുമുള്ള പ്രീതിയിലും വളർന്നു. വർഷങ്ങൾ കടന്നുപോയി. യേശുവിനിപ്പോൾ 30 വയസ്സായി. ഒരു ദിവസം ഈശോ യോർദാൻ നദീ തീരത്തൂടെ നടന്നു വരികയായിരുന്നു. കുഞ്ഞോളങ്ങളെ തുള്ളി കളിപ്പിച്ചുകൊണ്ട് യോർദാൻ നദി അങ്ങ് ചാവുകടൽ ലക്ഷ്യമാക്കി വിടുന്നു. യോർദാൻ നദീ തീരത്ത് വമ്പിച്ച പുരുഷാരം. ആ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ അതാ നിൽക്കുന്നു സ്നാപക യോഹന്നാൻ. വരുന്നന്റെ പിന്നാലെ യോഗ്യന മന്നവൻ, യോഗ്യനല്ല ഞാനവൻ ചെരിപ്പഴിപ്പാൻ. വരുന്നന്റെ പിന്നാലെ യോഗ്യന മന്നവൻ, യോഗ്യനല്ല ഞാനവൻ ചെരിപ്പഴിപ്പാൻ. അവനെ ക്രിയാജ്ഞാന സ്നാനം നൽകിയിടും, ഞാനോ ജലത്താലതേകും നിങ്ങൾക്ക്. അവനെ ക്രിയാജ്ഞാന സ്നാനം നൽകിയിടും, ഞാനോ ജലത്താലതേകും നിങ്ങൾക്ക്. വരുന്നന്റെ പിന്നാലെ യോഗ്യന മന്നവൻ, യോഗ്യനല്ല ഞാനവൻ ചെരിപ്പഴിപ്പാൻ. ആ മനുഷ്യൻ താടിയും മീശയും നീട്ടി വളർത്തിയിരിക്കുന്നു. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും തോൾ കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ചിരിക്കുന്നു. അദ്ദേഹം ആ വമ്പിച്ച പുരുഷാരത്തിന്റെ മധ്യത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു. വരുന്നന്റെ പിന്നാലെ യോഗ്യന മന്നവൻ, യോഗ്യനല്ല ഞാനവൻ ചെരിപ്പഴിപ്പാൻ. വരുന്നന്റെ പിന്നാലെ യോഗ്യന മന്നവൻ, യോഗ്യനല്ല ഞാനവൻ ചെരിപ്പഴിപ്പാൻ. അവനെ ക്രിയാജ്ഞാന സ്നാനം നൽകിയിടും, ഞാനോ ജലത്താലതേകും നിങ്ങൾക്ക്. അവനെ ക്രിയാജ്ഞാന സ്നാനം നൽകിയിടും, ഞാനോ ജലത്താലതേകും നിങ്ങൾക്ക്. വരുന്നന്റെ പിന്നാലെ യോഗ്യന മന്നവൻ, യോഗ്യനല്ല ഞാനവൻ ചെരിപ്പഴിപ്പാൻ. കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കേണ്ടതിന് മാനസാന്തരപ്പെട്ട സ്നാനപ്പെടുവിൻ. പ്രസംഗം കേട്ട് വിശ്വസിച്ചവരെ അദ്ദേഹം ജലത്താൽ സ്നാനം കഴിപ്പിക്കുന്നു. ഈശോയും അവിടെ ചെന്നു. ഈശോയും യോഹന്നാൻ സ്നാപകനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നു. ആ നിമിഷം പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപത്തിൽ അവന്റെ മേൽ വന്നു. ആ നിമിഷം സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വിജനമായ ഒരു മരുഭൂമിയിലൂടെ അതാ നടന്നു പോകുന്നു ഒരു ഏകാന്ത പതികൻ. 40 രാവും 40 പകലും സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട ക്രിസ്തുവിനെ ദൂതന്മാർ പരിചരിക്കുന്നു. ഈശോ തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നു. തന്റെ സന്ദേശം അറിയിക്കുവാൻ സമർത്ഥന്മാരായ ശിഷ്യന്മാരെ അവൻ ചേർത്തു. ദൈവരാജ്യമായിരുന്നു പ്രധാന വിഷയം. ഈശോ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ അനേകം മീൻപിടുത്തക്കാർ വല കഴുകുന്നത് കണ്ടു. അതിൽ ശീമോൻ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സമാധാനം, നിനക്കുമുണ്ടായിരിക്കട്ടെ. ശീമോനെ, ഞാൻ നിന്റെ വഞ്ചിയിൽ കയറട്ടെ? ആ, കയറാമല്ലോ. വഞ്ചി ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കും. ഗുരു, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ആ, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വകലേക്കാം. ആ യാക്കോബ്, യോഹന്നാൻ എല്ലാവരും വന്ന് വഞ്ചിയിലൊന്ന് പിടിച്ച് വഞ്ചി ആഴത്തിലേക്ക് ഇറക്കുന്നു. തെക്കും കിഴക്കും ചെമ്മാനം
കടലിലേക്ക് വല വീശുന്നു. വല നിറയുന്നു, വഞ്ചി നിറയുന്നു, വല നിറയെ മീനുണ്ട്. വല നിറയുന്നു, വഞ്ചി നിറയുന്നു, വല നിറയെ മീനുണ്ട്. വഞ്ചി നിറയെ മീനുണ്ട്, വലിച്ച് കൈതട ചങ്ങാതി. വഞ്ചി നിറയെ മീനുണ്ട്, വലിച്ച് കൈതട ചങ്ങാതി. ഓ വല വലിച്ചു കയറ്റപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുന്നു. വലയിൽ കൊള്ളാത്ത വിധം മത്സ്യം. പത്രോസ് ഓടി വന്ന് യേശുവിന്റെ മുന്നിൽ മുട്ടുകുത്തുന്നു. കർത്താവേ, ഞാൻ ഒരു പാവിയാണ്, എന്നെ വിട്ട് പോകണമേ. പത്രോസേ, മത്സ്യം പിടിക്കുന്ന നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. പത്രോസ് മാത്രമല്ല, യാക്കോബും യോഹന്നാനും എല്ലാവരും ഈശോയുടെ പിന്നാലെ പോകുന്നു. തിരക്കേറിയ കവർന്നഹൂം പട്ടണത്തിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രസംഗം കേൾക്കാൻ സന്നദ്ധരായ ജനക്കൂട്ടത്തെ യേശു കണ്ടു. ജനത്തിരക്കിനിടയിൽ ജയാറസ് എന്നൊരു മനുഷ്യൻ യേശുവിന്റെ അടുത്തേക്ക് ഓടി വന്നു. പള്ളി പ്രമാണിമാരിൽ ഒരുവനായിരുന്നു ജയാറസ്. യേശുവേ, യേശുവേ, എന്റെ ഒരേ ഒരു മകള, 12 വയസ്സേ ഉള്ളൂ, മരിക്കാറായി കിടക്കുന്നു. ദൈവം തോന്നി എന്റെ കൂടെ വരയണമേ. യേശു ജയാറസിന്റെ ഭവനത്തിലേക്ക് പോയി. യേശു ജയാറസിന്റെ ഭവനത്തിലെത്തുമ്പോൾ ഭവനത്തിലുള്ളവരും ബന്ധുക്കളും മാറത്തടിച്ച് നിലവിളിക്കുന്നു. ജയാറസിന്റെ ഭാര്യ പൊട്ടിക്കരയുന്നു. ജയാറസിന്റെ പൊന്നോ മരുമകൾ മരിച്ചിരിക്കുന്നു. ഈശോ ആ മൃതദേഹത്തിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ കരയണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. മകളെ, എഴുന്നേൽക്കും. ജയാർസിന്റെ മകൾ ചാടി എഴുന്നേൽക്കുന്നു. ഇവിടെ ഒരു പുതിയ ജീവനാ കൊടുത്തത് അല്ലേ? ഒരു പെൺകുട്ടിക്ക് ജയാർസിന്റെ മകൾക്ക് പുതുജീവൻ നൽകി. വല്ല തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലേ? ചില ആൾക്കാർക്ക് ആൺകുട്ടി കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം അല്ലേ? പെൺകുട്ടിയെക്കാളും ആൺകുട്ടി, അതെല്ലാവരുടെയും ഇദ്ദേഹത്തിന്റെ നാട്ടില് ഒരാളുണ്ട്, രാധാകൃഷ്ണനും രാധികയും അല്ലേ? ഭയങ്കര ആഗ്രഹം ആൺകുട്ടി തന്നെ കിട്ടണമെന്ന്. രാധികയുടെയും രാധാകൃഷ്ണന്റെയും രാധികയുടെയും വിവാഹം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. രാധിക ഒരു കുഞ്ഞിന് ജന്മം നൽകി. അത് പെണ്ണെന്ന് പറഞ്ഞ് പേരിടാതിരിക്കാൻ പറ്റുമോ? ആധാർ കാർഡിൽ പേര് ചേർക്കണ്ടേ? പഞ്ചായത്തിൽ പേരില്ലാതെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? പേരില്ലാതെ പറ്റുമോ? കൊതിച്ചിരുന്നത് കൊണ്ട് ഇതിന് പേരിട്ടു കൊതി എന്നാണ്. എന്താ പേര്? കൊതി. ഇനി മിക്കവാറും അടുത്ത വർഷം അത് മിക്കവാറും പെൺകുട്ടിയായിരിക്കും. 1 വർഷം കഴിഞ്ഞു ആൺകുട്ടിയായിരിക്കും അല്ലേ? ആൺകുട്ടിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം. 1 വർഷം കഴിഞ്ഞു രാധിക വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകി. അതും പെണ്ണ്. ആദ്യത്തെ പേരെന്താ? കൊതി. ഇതിന് പേരിട്ടു വിധി. സത്യത്തിലൊരു വിധി എന്നല്ലേ? കൊതി, വിധി. ഇനി മിക്കവാറും തമ്പിച്ചേട്ടാ ഒന്ന് ശ്രമിക്കാം. രാധിക വീണ്ടും 1 വർഷം കഴിഞ്ഞു ഒരു കുഞ്ഞിന് ജന്മം നൽകി. അതും പെണ്ണ്. എന്തോ ചെയ്യാം? പേരിടാതിരിക്കാൻ പറ്റുമോ? ഒന്നാമത്തെ പേരെന്താ? കൊതി. രണ്ടാമത്തെ പേരെന്താ? വിധി. ഇതിന് പേരിട്ടു ചാതി. കൊതി, വിധി, ചാതി. ഇനി മിക്കവാറും തന്നെ അല്ല ആണ്. 1 വർഷം കഴിഞ്ഞു വീണ്ടും രാധിക ഒരു കുഞ്ഞിന് ജന്മം നൽകി. അതും പെണ്ണ്. പേരിടാതിരിക്കാൻ പറ്റുമോ? ഒന്നാമത്തെ പേരെന്താ? കൊതി. രണ്ടാമത്തെ പേരെന്താ? വിധി. മൂന്നാമത്തെ പേരെന്താ? ചാതി. നാലാമത്തെ പേരെന്താ? ഇട്ടു മതി. കൊതി, വിധി, ചതി, മതി. ഇവിടെ
JRSന്റെ മകൾ സന്തോഷവതിയായി തുള്ളിച്ചാടുന്നു. അവൾ സന്തോഷം കൊണ്ട് പുതുജീവിതം നൽകിയത് കൊണ്ട് സന്തോഷം കൊണ്ട് അവൾ തുള്ളിച്ചാടുന്നു. കർത്താവ് കൈതൊട്ടു ജീവൻ നൽകി എനിക്ക് കിട്ടിയതോ പുനർജന്മം. കർത്താവ് കൈതൊട്ടു ജീവൻ നൽകി എനിക്ക് കിട്ടിയതോ പുനർജന്മം. സ്തുതിക്കുന്നു ഞാൻ, പാടുന്നു ഞാൻ രാജാധിരാജനെ എന്നേക്കുമായി. സ്തുതിക്കുന്നു ഞാൻ, വാഴ്ത്തുന്നു ഞാൻ രാജാധിരാജനെ എന്നേക്കുമായി. കർത്താവ് കൈതൊട്ടു ജീവൻ നൽകി എനിക്കു കിട്ടിയതോ പുനർജന്മം. യേശു ആയിരങ്ങളുടെ അകമ്പടിയോടെ ഗലീലയിലെ പ്രധാന രാജവീഥിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കുറെ ദൂരം പിന്നിട്ടപ്പോൾ യേശു വഴിയരികിലുള്ള ഒരു അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നു. എന്നിട്ട് അദ്ദേഹം അത്തിവൃക്ഷത്തിന്റെ മുകളിൽ നോക്കി. അല്ല ഈശോ അവനെ വിളിച്ചു. ഈശോ അവനെ വിളിച്ചു. അത്തിവൃക്ഷത്തിൽ വസിക്കും സഖായി ഇറങ്ങി വായുന്നേരമെന്നരികിൽ. അത്തിവൃക്ഷത്തിൽ വസിക്കും സഖായി ഇറങ്ങി വായുന്നേരമെന്നരികിൽ. അബ്രഹാമിൻ മകനെ കണ്ടിട്ട് ഞാൻ പാർക്കട്ടെ എന്നാഗ്രഹം നീ സ്വീകരിക്കില്ലേ. അബ്രഹാമിൻ മകനെ കണ്ടിട്ട് ഞാൻ പാർക്കട്ടെ എന്നാഗ്രഹം നീ സ്വീകരിക്കില്ലേ. അത്തിവൃക്ഷത്തിൽ വസിക്കും സഖായി ഇറങ്ങി വായുന്നേരമെന്നരികിൽ. അബ്രഹാമിൻ മകനെ കണ്ടിട്ട് ഞാൻ പാർക്കട്ടെ എന്നാഗ്രഹം നീ സ്വീകരിക്കില്ലേ. എന്നാഗ്രഹം നീ സ്വീകരിക്കില്ലേ. എന്നാഗ്രഹം നീ ക്രിസ്തുവിന്റെ പ്രവർത്തനം കണ്ട് മാറാരോഗികളും തീരാരോഗികളും മുടന്തന്മാരുമെല്ലാം ഈശോയെ സ്പർശിക്കുവാൻ തള്ളിക്കയറും. ഇവരെയൊക്കെ നിയന്ത്രിക്കുവാൻ, ഈ ജനത്തെ നയിക്കുവാൻ പ്രാപ്തരായ ശിഷ്യന്മാരെ ആവശ്യമുണ്ട്. അതിന് പറ്റിയ 12 ശിഷ്യന്മാരെ യേശു തെരഞ്ഞെടുത്തു. ഇതാ മലമുകളിലേക്ക് കയറിപ്പോകുന്നു ഈശോയും ശിഷ്യന്മാരും. യേശുവിന്റെ വചനം കേൾക്കുവാൻ ജനം കാതോർത്തിരിക്കുമ്പോൾ ക്രിസ്തു തന്റെ ലോകപ്രസിദ്ധമായ ഗിരിപ്രഭാഷണം ആരംഭിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ രാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ രാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുന്നു. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുന്നു. നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുന്നു. കരുണയുള്ളവർ ഭാഗ്യ
ലഭിക്കുന്നു. ആത്മാവിൻ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ രാജ്യം അവർക്കുള്ളത്. മനുഷ്യജീവിതം മഹത്തരമാക്കുന്ന മഹനീയ സത്യങ്ങൾ അദ്ദേഹം ലോകത്തോട് വെളിപ്പെടുത്തുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഗിരിപ്രഭാഷണം കഴിഞ്ഞ് മലയിറങ്ങി വരുന്നു യേശുവും ശിഷ്യന്മാർ. ക്രിസ്തുവിന്റെ അത്ഭുത പ്രവർത്തികൾ കണ്ട് ആകൃഷ്ടരായ ജനം ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങി. എന്തെല്ലാം അത്ഭുതങ്ങൾ! കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി, കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി, അഞ്ചപ്പം കൊണ്ട് 5000 ആഹാരം നൽകി, ആഹാരം നൽകി. അഞ്ചപ്പം കൊണ്ട് 5000 ആഹാരം നൽകി, ആഹാരം നൽകി. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി, കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. കാറ്റിന്മേൽ കടലിന്മേൽ അവനാജ്ഞ നടപ്പാക്കി, കാറ്റിന്മേൽ കടലിന്മേൽ അവനാജ്ഞ നടപ്പാക്കി. മരിച്ച മനുഷ്യനെ വീണ്ടും അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരിച്ച മനുഷ്യനെ വീണ്ടും അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി, കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. എന്തെല്ലാം അത്ഭുതങ്ങൾ! ഇതുകൊണ്ട് തീർന്നു ഇല്ല. കേട്ടോളൂ. അന്ധന്മാർക്ക് ആശ്വാസത്തിൽ കാഴ്ചയെ നൽകിയവൻ, അന്ധന്മാർക്ക് ആശ്വാസത്തിൽ കാഴ്ചയെ നൽകിയവൻ. പാപത്തിൽ രോഗം മാറ്റി പുതുജീവൻ നൽകി, പാപത്തിൽ രോഗം മാറ്റി പുതുജീവൻ നൽകി. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി, കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി, കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. വീണ്ടും ഒരു പെസഹ പെരുന്നാൾ എത്തുന്നു. ഒരു വമ്പിച്ച പുരുഷാരമായി ഈശോ ജെറുസലേം ദേവാലയത്തിനകത്ത് പ്രവേശിച്ചു. ജെറുസലേം ദേവാലയത്തിനകത്ത് നോക്കിയപ്പോൾ വിവിധ തരം കച്ചവടങ്ങൾ നടക്കുന്നു. പ്രാവ് കച്ചവടക്കാർ, ആഭരണ കച്ചവടക്കാർ, ആകെക്കൂടെ ഒരു ബഹളം. എല്ലാം ക്രിസ്തുദേവന്റെ കണ്ണുകൾ ജ്വലിച്ചു. തന്റെ കയ്യിലുണ്ടായിരുന്ന ജാത്തമാർ ഉയർത്തി വീശി. കടക്ക് പുറത്ത് എന്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. അടിയേറ്റവർ വിവിധ വാതിലുകളുടെ പുറത്തേക്ക് ഓടി. ഈ സംഭവം ചർച്ചാ വിഷയമായി. ഇന്ന് വരെ നമ്മുടെ അധികാരത്തെ ചെയ്തിട്ടില്ല. ഇതെവന്റെ ആര്? തച്ചന്റെ മകൻ ഈശോ എന്ന് പറയുന്നു. പള്ളി പ്രമാണികരും ശാസ്ത്രിമാരും കോപിഷ്ഠരായി. അവർ ഏതുവിനെയും ക്രിസ്തുവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് യഹോവയായ ദൈവം മോശ മുഖാന്തരം യഹൂദ ജനങ്ങൾക്ക് നൽകിയ 10 കൽപ്പന ക്രിസ്തു സ്നേഹം എന്ന ഒറ്റ കണ്ണിയിൽ ഒതുക്കി ഉപദേശിച്ചു. യഹോവയല്ലാതെ ദൈവമില്ല, വിഗ്രഹ സേവ പാടില്ല. ദൈവമില്ല, വിഗ്രഹ സേവ പാടില്ല. അവന്റെ നാമം വൃഥാ എടുക്കരുത്, ശബത്തിനെ ശുദ്ധമാക്കാം. അവന്റെ നാമം വൃഥാ എടുക്കരുത്, ശബത്തിനെ ശുദ്ധമാക്കാം. മാതാപിതാക്കളെ ആദരിക്കാം,
കൊലപാതകം അരുത്, മാതാപിതാക്കളെ ആദരിക്കാൻ കൊലപാതകം അരുത്, വ്യഭിചാരം നിങ്ങൾ ചെയ്യരുത്, മോഷ്ടിക്കയുമരുത്, വ്യഭിചാരം നിങ്ങൾ ചെയ്യരുത്, മോഷ്ടിക്കയുമരുത്, കളവായിട്ടൊന്നും പറയരുത്, മോഹിക്കയുമരുത്, കളവായിട്ടൊന്നും പറയരുത്, മോഹിക്കയുമരുത്, നിങ്ങളെ പോലെ ജീവിതം ധന്യമാക്കാം, സ്നേഹിക്കും അന്യരെ നിങ്ങളെ പോലെ ജീവിതം ധന്യമാക്കാം. പെസഹ പെരുന്നാളിന് നാന്ദി കുറിച്ചുകൊണ്ട് ഓശന്റെ പെരുന്നാൾ വന്നു. ജെറുസലേം ദേവാലയത്തിൽ ക്രിസ്തുദേവൻ ഇതാ കഴുതപ്പുറത്ത് കയറിയെത്തുന്നു. ഒലിവിലയെന്നും കൈകളെ, കുരുത്തോലയെന്നും കൈകളെ, ഒലിവിലയെന്നും കൈകളെ, കുരുത്തോലയെന്നും കൈകളെ, രാജാധിരാജൻ എഴുന്നള്ളും വീതികളിൽ 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 ഓശാന 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 ഓശാന, ദാവീദിൻ സുതൻ ഓശാന 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 ഓശാന, ദാവീദിൻ സുതൻ ഓശാന. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനമായ അന്ന് യേശു ശിഷ്യന്മാരോടൊപ്പം പെസഹ കഴിക്കാനിരുന്നു. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കും. ഞാനോ കർത്താവേ, ഞാനോ? എന്റെ താലത്തിൽ ഇപ്പോൾ കൈമുഖ്യവൻ തന്നെ. ഈ സമയം ക്രിസ്തുദേവന്റെ താലത്തിൽ കൈമുഖ്യ യൂദാസ് വിരുന്നുശാല വിട്ട് പുറത്തേക്ക് പോകുന്നു. പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, എന്നെ അറിയുകയില്ല എന്ന് നീ 3 പ്രാവശ്യം തള്ളി പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല. പെസഹ കഴിഞ്ഞതിന് ശേഷം യേശു ശിഷ്യന്മാരെയും കൂട്ടി ഗത്സമന എന്ന തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായി പുറപ്പെട്ടു. മാർഗമധ്യേ ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരാളായ യൂദയെ നാമാൻ കണ്ടുമുട്ടി. അല്ല, ഇതാര്? യൂദയോ? എന്താ വിശേഷം? എനിക്കൊരു ഉപകാരം ചെയ്യണം. ഉപകാരമോ? എന്തുപകാരം? എനിക്ക് നിങ്ങളുടെ ഗുരു ഉണ്ടല്ലോ ഈശോ, അവനെ ഒന്ന് കാണിച്ചു തരണം. ഓ, അത്രേ ഉള്ളോ? അദ്ദേഹം ഇന്ന് ഗത്സമനയിലുണ്ട്. ഞാൻ ഗദ്രൂൻ പുഴയുടെ സമീപത്ത് നിൽക്കാം. അപ്പോൾ ഞാൻ ആരെയാണ് ചുംബിക്കുന്നത്? അദ്ദേഹമായിരിക്കും. ഇതാ, ഇത്രയും കൂടെ ഇരിക്കട്ടെ. 30 വെള്ളിക്കാശ് മാത്രം. യൂദ 30 വെള്ളിക്കാശ് വാങ്ങി. യേശുവും യൂദ ഒഴികെയുള്ള ശിഷ്യന്മാരും ഗത്സമനയിലെത്തി. അവർ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങി. പരീക്ഷകൾ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. യേശു സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ശിഷ്യന്മാർ വേറൊരിടത്ത് കിടന്ന് ഉറങ്ങുന്ന കാഴ്ചയാണ് യേശു കണ്ടത്. നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? എഴുന്നേൽക്കുവിൻ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഈ സമയം ഒരു സംഘം പടയാളികൾ ഗത്സമനിലെത്തി. ഏറ്റവും മുന്നിൽ യൂദ. റബി,
നിനക്ക് വന്ദനം. യൂദ യേശുവിനെ ചുംബിച്ചു. യൂദയോ ഈ ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നത്? ഒരു പടയാളി മുന്നോട്ട് വന്ന് യേശുവിനെ പിടിക്കാൻ ഭാവിച്ചു. പ്രധാന ശിഷ്യനായ ശീമോൻ പത്രോസ് വാളൂരി പടയാളിയെ വെട്ടി. പടയാളിയുടെ ഒരു കാത് അറ്റുവീണു. യേശു ശാന്തനായി ആ ദാസന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. സ്നേഹിത, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. നിങ്ങൾ ആരെ തിരയുന്നു? നസറേനായ യേശുവിനെ. എങ്കിൽ അവൻ ഞാൻ തന്നെ. പടയാളികൾ മുന്നോട്ട് കുതിച്ചു. അവന്റെ കൈകൾ കൂട്ടിക്കിട്ടി. ശിഷ്യന്മാർ പ്രാണരക്ഷാർത്ഥം ഓടി ഒളിച്ചു. ഇരുട്ട് വീണ ജെറുസലേമിന്റെ വീഥികളിലൂടെ അവർ യേശുവിനെ മുഖ്യപുരോഹിതനായ കയ്യഫാവിന്റെ അടുത്തേക്ക് നയിച്ചു. സൂക്ഷിക്കൂ, ഇവൻ രക്ഷപ്പെടരുത്. പത്രോസ് അകലം വിട്ട് പിഞ്ചെന്നു. ദേവാലയ കാവൽക്കാർ യേശുവിനെ ശ്രദ്ധയോടെ കാവൽ കാത്തുകൊണ്ടിരുന്നു. അവർ രാത്രി മുഴുവനും കാവലിരിക്കേണ്ടതിനാൽ കൽക്കരി കൊണ്ട് തീക്കുണ്ടമുണ്ടാക്കി. പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ അവനെ തിരിച്ചറിഞ്ഞു. ഈ മനുഷ്യനും യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു സംശയമില്ല. കാരണം ഇവനും ഗലീലക്കാരനാണ്. ഞാൻ പറയുന്നത് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനല്ല. പടയാളികൾ യേശുവിനെ കണ്ണു മൂടി കെട്ടിയതിനു ശേഷം ക്രൂരമായി മർദ്ദിക്കുവാൻ തുടങ്ങി. രാത്രി ഏറെ കഴിഞ്ഞപ്പോഴും ശീമോൻ പത്രോസ് കൊട്ടാരത്തിന് ചുറ്റും അസ്വസ്ഥനായി നടക്കുകയായിരുന്നു. വീണ്ടും മറ്റൊരാൾ അവനെ തിരിച്ചറിഞ്ഞു. നീ അവനിൽ ഒരുവൻ തന്നെ. ഞാനല്ല. പടയാളികൾ യേശുവിനെ റോമൻ ഗവർണറായ പിലാത്തോസിന്റെ മുന്നിൽ ഹാജരാക്കാൻ തീരുമാനിച്ചു. യേശുവിനെ മുന്നോട്ട് നയിച്ചപ്പോൾ ആ കൂട്ടത്തിൽ നിന്നൊരാൾ പത്രോസിനെ തിരിച്ചറിഞ്ഞു. ഈ മനുഷ്യനും യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവനും ഗലീലക്കാരനാണ്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. യേശു തിരിഞ്ഞു പത്രോസിനെ നോക്കി. പത്രോസ്, യേശു മുൻകൂട്ടി പറഞ്ഞ കാര്യം ഓർത്തു. എന്നെ അറിയുകയില്ല എന്ന് നീ 3 പ്രാവശ്യം തള്ളി പറയും മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല. ശീമോൻ പത്രോസ് കരഞ്ഞുകൊണ്ട് കൊട്ടാരം വിട്ട് കടന്നുപോയി. പിലാത്തോസ് യേശുവിനെ വിസ്തരിച്ചു. എന്നിട്ട് ജനങ്ങളോടായി പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ജനം ആർത്തു വിളിച്ചു, അവനെ ക്രൂശിക്കുക, ബർബാസിനെ വിട്ടുതരിക, അവനെ ക്രൂശിക്കുക, ബർബാസിനെ വിട്ടുതരിക, അവനെ ക്രൂശിക്കുക, ബർബാസിനെ വിട്ടുതരിക. അവനിതാ നിൽക്കുന്നു, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. വാളും കുന്തവേണ്ടിയ റോമൻ പടയാളികൾ യേശുവിനെ വലിച്ചിഴച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ചിലർ അടിക്കുകയും ഇടിക്കുകയും ചെയ്തു. ചിലർ മുഖത്ത് തുപ്പി. അവർ സൈപ്രസ് മരം കൊണ്ടുണ്ടാക്കിയ ഭാരമേറിയ പച്ചമരക്കുരിശ് യേശുവിന്റെ ചുമലിൽ വെച്ചു കൊടുത്തു. വഹിക്കാൻ കഴിയാത്ത മരക്കുരിശ് എത്തി അവർ അവനെ ഗാഗുൽത്ത മലമുകളിലേക്ക് നടത്തുന്നു. അവിടെ അവൻ വീണു. അവർ അവനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു. ഉഴവ് ചാല് പോലെ കീറി. ചോര ധാരധാരായും പാതപക്കത്ത് കൂടി നിന്ന സ്ത്രീകൾ പൊട്ടി പൊട്ടി കരയുന്നു. ജെറുസലേം പുത്രിമാർ